ജിഷ കൊലപാതകം വോട്ടെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കുന്നത് ആരെ? തീർച്ചയായും ചർച്ച വളരെ ഗൗരവമായി തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ജിഷ കൊലപാതക കേസിൽ വോട്ടെടുപ്പിന് മുമ്പ് ഒരു പ്രതിയെ ഹാജരാക്കാൻ പോലീസിന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചു. ഇന്നോ നാളെയോ പ്രതിയുമായി വാർത്താ സമ്മേളനം നടത്താനാണ് നിർദ്ദേശം. പോലീസ് ഒരു ബംഗാളി സ്വദേശിയെ പിടികൂടിയതായി ഒരു പ്രമുഖ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ബംഗാൾ സ്വദേശിയായ ഹരികുമാർ പോലീസിന്റെ രഹസ്യ കസ്റ്റഡിയിലുമാണ്. പല്ലിന് വിടവുള്ള ആളാണ് ഹരികുമാർ എന്ന് ഡെക്കാൻ ക്രോണിക്കിൾ പത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഡാനി പോൾ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഡാനി, എന്തൊക്കെയാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാനാകുന്ന രഹസ്യ വിവരങ്ങൾ? അജിംഷാദ്, നിലവിലിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളയാളാണ് ഹരികുമാർ എന്ന പേരിലയാൾ. ബംഗാൾ സ്വദേശിയാണ്. നിലവിൽ പോലീസിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു തുമ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതിയുടെ പല്ലിന്റെ സ്വഭാവമാണ്, പല്ലിന്റെ വിടവുകളാണ്. ഇത് ജിഷയുടെ ശരീരത്തിന്റെ പുറത്ത് കാണപ്പെട്ട പല്ലിന്റെ അടയാളങ്ങളാണ് പ്രധാനമായും ഇതിനെ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചത് പോലീസിന്റെ. അതുകൊണ്ട് ഇത് കസ്റ്റഡിയിലുള്ളയാൾ പല്ലിന് വിടവുള്ളയാളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസ് നമുക്കറിയാം. തുടക്കം മുതൽ തന്നെ പോലീസ് അത് ഈ കേസിൽ വഴികളിൽ എല്ലാം തന്നെ അനുഭവപ്പെട്ടതുമാണ്. രണ്ടു രേഖാചിത്രങ്ങളാണ് പോലീസ് തയ്യാറാക്കിയിരുന്നത്. ഇതിൽ ആദ്യത്തേത് രണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു, പരമാവധി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീടാണ് അടുത്ത രേഖാചിത്രം തയ്യാറാക്കുന്നത്. എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത് പ്രതിയെ അവതരിപ്പിക്കണം എന്നുള്ള രീതിയിൽ കർശന നിർദ്ദേശമാണ് ആഭ്യന്തര ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചൊരു കേസാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം ഒരു വോട്ടർമാരെയും സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഈ കേസിന്റെ സ്വഭാവം മാറി. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ വാർത്താ സമ്മേളനം നടത്തി ഹാജരാക്കാൻ പോലീസ് ആലോചിക്കുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇതിന് ആധാരം എന്നും വിവരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മലബാറിലെ 60 മണ്ഡലങ്ങളിലും ആവേശകരമായ പ്രചരണമാണ് നടന്നത്. കൊട്ടിക്കലാശം ആവേശോജ്വലമാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. മലബാർ മേഖലയിലെ വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കുട്ടൻ, മലബാർ മേഖല എങ്ങനെ? ജിംഷാദ്, കഴിഞ്ഞ 2 മാസമായി വളരെ സജീവമായ പ്രചാരണമായിരുന്നു മലബാർ മേഖലയിലെ 6 ജില്ലകളിലെ 60 മണ്ഡലങ്ങളിലും നടന്നത്. അത് ഓരോ ഘട്ടത്തിലും അതിന്റെ തീവ്രത കൂടി വരികയും വളരെ ആവേശകരമായ പരിസമാപ്തിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിവിധ ദിവസങ്ങളായി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ, ബൈക്ക് റാലികൾ, അതുപോലെ തന്നെ ഗൃഹ സന്ദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ആയിരുന്നു സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള LDFന്റെ സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോയും അതുപോലെ റോഡ് ഷോ നടന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ വളരെ ആവേശകരമായ പ്രചാരണ പരിപാടികളായിരുന്നു. ധർമ്മടത്ത് നമുക്കറിയാം LDFന്റെ സന്നദ്ധനായ നേതാവ് പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ ഇന്നലെ ഇന്നസെന്റ് MPയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടന്നു. ഇന്നസെന്റ് MP പിണറായിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടേക്ക് ധർമ്മടം മണ്ഡലത്തിലെത്തി. അതുപോലെ തന്നെ മലമ്പുഴയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന മണ്ഡലമായ മലമ്പുഴയിലും വളരെ ആവേശകരമായ പ്രധാന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലും കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ എല്ലാ മണ്ഡലങ്ങളിലും വളരെ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും നടക്കുന്നു. നമുക്കറിയാം, മലബാറിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ജാതി മത സമവാക്യങ്ങൾ തീരെ ബാധിക്കാത്ത ഒരു കേന്ദ്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കൃത്യമായും രാഷ്ട്രീയം തന്നെയാണ് ചർച്ചാ വിഷയമാവുക. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മഞ്ചേശ്വരത്തും പാലക്കാടുമാണ് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ. മറ്റ് മണ്ഡലങ്ങളെല്ലാം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനും പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കാനുമുള്ള തീവ്രമായ ശ്രമങ്ങളിലാണ് രണ്ട് മുന്നണികളും. തീർച്ചയായും കുട്ടൻ, ഇപ്പോൾ മധ്യകേരളത്തിലെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലിം മുഹമ്മദ് ചേരുകയാണ്. മധ്യകേരളത്തിലെ 5 ജില്ലകൾ സാക്ഷ്യം വഹിച്ചത് അത്യന്തം ആവേശമേറിയ വാശിയേറിയ പ്രചരണ കോലാഹലങ്ങളാണ്. ഭരണം പിടിക്കാൻ മധ്യകേരളത്തിലെ ആധിപത്യം അനിവാര്യമായതിനാൽ ഇരു മുന്നണികൾക്കും ഓരോ സീറ്റ് വിലപ്പെട്ടതായി കാണുന്നു. പ്രാദേശിക വിഷയങ്ങൾ മുതൽ സാമുദായിക അടിയൊഴുക്കുകൾ വരെ വിധി നിർണ്ണയിക്കുന്ന പ്രദേശം കൂടിയാണ് മധ്യകേരളം. മധ്യകേരളത്തിലെ കൊട്ടിക്കലാശത്തിൻ്റെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകാൻ പോകുന്നത്. സാലി, കൂട്ടപ്പൊരിച്ചിൽ
അല്ലെങ്കിൽ കൊട്ടിക്കലാശം ഇതിലൊക്കെ അവസാനിക്കുമ്പോൾ പ്രചരണം എന്നത് ജനങ്ങളിലേക്ക് എത്ര കണ്ടെത്തി എന്നതിൻ്റെ ആത്മവിശ്വാസ പ്രകടനം കൂടിയാണ് ഓരോ മുന്നണികളുടെയും. എങ്ങനെയാണ് അതിലേക്കുള്ള മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ? അജിംഷാദ്, കഴിഞ്ഞ 2-2.5 മാസക്കാലം നാടിളക്കി നടന്ന പ്രചരണത്തിന്റെ ആവേശം വോട്ടർമാർ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റും എന്ന പ്രതീക്ഷ തന്നെയാണ് 2 മുന്നണികൾക്കും 3 മുന്നണികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആവേശവും എല്ലാം തന്നെ ഇന്ന് കൊട്ടിക്കലാശത്തിലും പ്രകടമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിലെ 50 നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ എറണാകുളം നഗരത്തിലും മറ്റും മുന്നണികൾക്കായി വിവിധ ഇടങ്ങൾ പോലീസ് ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയും മറ്റും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടി, സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു മുൻകരുതൽ പോലീസ് എറണാകുളം നഗരത്തിലൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി ഇടങ്ങളിലൊക്കെയും എല്ലാം സംയുക്തമായി തന്നെ എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ ഒരേ ഇടത്ത് തന്നെ സംഗമിക്കുന്ന തരത്തിലുള്ള ഒരു ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് വേദിയാകാൻ പോകുന്നത്. ഏതാണ്ട് 2-2:30 തന്നെ നഗരങ്ങളിലേക്ക് പ്രവർത്തകർ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാവും കാണാൻ കഴിയുക. 6 മണിയോടെ കൊട്ടിക്കലാശം സമാപിക്കുമ്പോൾ വലിയൊരു ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനത്തിനാവും മധ്യകേരളം സാക്ഷ്യം വഹിക്കുക. തീർച്ചയായും സാലിം മുഹമ്മദാണ് മധ്യകേരളത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. ഇനി തെക്കൻ കേരളത്തിൻ്റെ വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം ഇന്ന് തീരുകയാണ്. ഇനി മൗനപ്രചരണമാണ് ഒരു ദിനം. എങ്ങനെ തെക്കൻ കേരളം? അജിംഷാദ്, തെക്കൻ കേരളത്തിലെ 30 മണ്ഡലങ്ങളിൽ വളരെ വീറും വാശിയോടുകൂടിയുമുള്ള പ്രചരണ കോലാഹലങ്ങൾക്കാണ് കഴിഞ്ഞ 2 മാസത്തിലേറെ നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രചരണ ദിനങ്ങൾ ഇത്തവണ മുന്നണികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചു എന്ന പ്രത്യേകത ഇതിനുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും കനത്ത ചൂട് താണ്ടിയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും അവരുടെ പ്രചരണം അവസാനിപ്പിക്കാനായി പോകുന്നത്. തെക്കൻ കേരളത്തിലെമ്പാടും വീറും വാശിയുമുള്ള പോരാട്ടം തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരമാണ് ഇതിലേറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു ജില്ല. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് എന്ന് പറയേണ്ടതായി വരും. പ്രത്യേകിച്ച് BJPയുടെയും BDJSന്റെയും സാധ്യതകൾ ഒരുപക്ഷെ അതിന്റെ അളവും തൂക്കവും എല്ലാം വിലയിരുത്തുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് തിരുവിതാംകൂർ. തിരുവനന്തപുരത്തും കൊല്ലത്തും അതിന്റെ അലയൊലികൾ ഉണ്ടാകും എന്നാണ് നിരീക്ഷകർ പറയുന്നത്. പക്ഷേ അവയ്ക്കൊന്നും അടിസ്ഥാനമില്ല എന്ന തരത്തിലുള്ള പ്രചരണവുമായിട്ടാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നതും. താരപ്രചാരകർ ഏറെയുള്ള സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണിയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിന്റെ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിലും അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കൊല്ലത്തും സമാനമായ ആവേശം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെയൊക്കെ വരവോടുകൂടി കൊല്ലത്തെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ മുഴുവനായി ഇടതുപക്ഷത്തേക്ക് മാറുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷത്തിന് ആയിട്ടുണ്ട്. അതിന്റെ മേൽക്കൈ ഇടതുപക്ഷത്തിന് ആ ജില്ലയിൽ ലഭിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാനുമാവും. പത്തനംതിട്ടയിലും സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. കാരണം വീറും വാശിയുമുള്ള പോരാട്ടം അവിടെയും നടക്കുകയാണ്. എന്തായാലും ഇനി വരും മണിക്കൂറുകൾ തീർച്ചയായും തങ്ങളുടെ കയ്യിലുള്ള എല്ലാ പ്രചരണ കോലാഹലങ്ങൾ ഇറക്കിക്കൊണ്ട് ഒരു പോയിന്റിൽ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനാവും നേതൃത്വം നൽകുക. തലസ്ഥാനത്തെ പ്രചരണത്തിന് സാധാരണഗതിയിൽ സമാപിക്കാറുള്ളത് പേരൂർക്കട ജംഗ്ഷനിലാണ്. ഇത്തവണയും പേരൂർക്കട ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ അവരുടെ ശക്തി പ്രകടനത്തിനുള്ള വേദിയായി ഉപയോഗിക്കുകയും ചെയ്യും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. തെക്കൻ കേരളത്തിന്റെ വിവരങ്ങൾ കൂടിയാണ് കൊട്ടിക്കലാശത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവൻ കുമാർ നൽകിയത്. നികേഷ് കുമാറിനെ TV സ്ക്രീനിൽ അവതാരകനായി കാണാത്തതിനാൽ ഭക്ഷണത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞ് ആരാധകനുണ്ട് മൊറാഴയിൽ. കഴിഞ്ഞ ദിവസം തൻ്റെ ആരാധനാപാത്രത്തെ നേരിൽ കാണാനായതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ 4 വയസ്സുകാരൻ. 3-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് സൂര്യനാരായണന് നികേഷിനോടുള്ള ആരാധന. ആരാധകർ ഒരുപാടുണ്ട് MV നികേഷ് കുമാറിന്. എന്നാൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോയ്ക്കിടെ കാണാനെത്തിയ ആരാധകനെ കണ്ട് നികേഷ് കുമാറും ഒട്ടും നമ്പരുന്നു. 4 വയസ്സുകാരൻ സൂര്യനാരായണൻ. നികേഷിന്റെ വാർത്താവതരണം 3 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയ സൂര്യനാരായണന് നികേഷ് സ്ക്രീൻ വിട്ടതോടെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട്. ചോറുണ്ണുന്നത് പോലും സ്ക്രീനിൽ നികേഷിനെ കണ്ടാവണം എന്ന് നിർബന്ധമുണ്ട് ഈ കുഞ്ഞു സൂര്യന്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നികേഷ് ഇറങ്ങിയതോടെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് മൊറാഴയിലെ അശോക് കുമാറും പ്രസീതയും മകന് ചോറ് നൽകുന്നതും. അപ്പോൾ ഈ നികേഷിന്റെ വാർത്ത ഇവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പിന്നെ
ആ രീതിയിൽ ആ ന്യൂസ് കണ്ടാൽ മാത്രമേ പിന്നെ നമുക്ക് ആ ന്യൂസ് മാത്രമേ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നികേഷിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. ഒരു 3 വയസ്സുള്ളപ്പോൾ തൊട്ട് നികേഷിൻ്റെ വാർത്ത ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നികേഷ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്. ഇരുവരും കണ്ടുമുട്ടിയ രംഗം ഏറെ വികാര നിർഭരമായിരുന്നു. പലതരത്തിൽ ആളുകൾ സ്നേഹം കാണിക്കാറുണ്ട്. എപ്പോഴും അതായിരുന്നു നമ്മുടെ എല്ലാം ഒരു കരുത്ത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മളോടൊരു സ്നേഹം, എന്തോ ഒരു കണക്റ്റ് തോന്നുന്നുണ്ടല്ലോ, അത് വലിയ സന്തോഷം. തന്റെ പ്രിയ വാർത്താവതാരകൻ മുത്തം നൽകി കെട്ടിപ്പിടിച്ച് ഒരുപാട് തവണ യാത്ര ചോദിച്ചപ്പോൾ സൂര്യനാരായണനും സന്തോഷമായി. ഇനി ചോറുണ്ടോളാം എന്ന ഉറപ്പോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയതും. ആരാധകരിലെ കുഞ്ഞ് ആരാധകൻ നികേഷിനെ നേരിൽ കണ്ടപ്പോഴുള്ള സന്തോഷത്തിലാണവൻ. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.